നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് വരുന്ന ആളുകളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒന്നിക്കുന്ന സ്ഥലമാണ് വടക്കുന്നാഥൻ്റെ ഈ പിന്നെ മണ്ണെന്ന് പറയുന്നത്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് 228 വർഷം മുമ്പ് ശക്തൻ തമ്പുരാൻ ഡിസൈൻ ചെയ്യുമ്പോൾ അദ്ദേഹം വിഭാവനം ചെയ്തതിനേക്കാൾ അപ്പുറത്തേക്ക് തൃശ്ശൂർ പൂരം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഓരോ ചടങ്ങുകളും ഇപ്പോൾ ഈ തെക്കോട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ നട തുറന്നല്ലോ. ഇത് 2011 ഒരു 50 പേര് പോലും ഉണ്ടായിരുന്നില്ല. 13 50 പേരില്ല. അത്ര ചെറിയ ചടങ്ങുകളായിരുന്നു. ഇപ്പം അതൊക്കെ മാറി എല്ലാത്തിലും ഓരോ ചടങ്ങുകളിലും 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന നിലയിലേക്ക് വന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മീഡിയകൾ ഭയങ്കരമായ തോതിൽ ഇതിന് ഓരോ പരിപാടികൾക്കും പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നു, ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ സാധാരണ മേളം, വെടിക്കെട്ട്, കുടമാറ്റം 2-3 ചടങ്ങുകൾ മാത്രം കണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ ചെറുപൂരങ്ങൾ എന്ന് പറയുമ്പോൾ ആ ചെറുപൂരങ്ങൾക്കൊക്കെ ആ ദേശത്തെ കുറച്ച് ആൾക്കാരും കൂടി ആ പൂരം എഴുന്നള്ളിച്ച് വരുന്ന പഴയ കാലത്തെ ചടങ്ങൊക്കെ മാറി ഓരോ പൂരങ്ങളും 10,000-കണക്കിന് ആളുകളുടെ അകമ്പടിയോടുകൂടി വരുന്ന വൻ സന്നാഹത്തോടു കൂടി വരുന്ന പരിപാടി. അതിൻ്റെ പങ്കാളിത്തം ഭയങ്കരമായിട്ട് കൂടുകയാണ്. അപ്പോൾ അത് ഈ ജനങ്ങൾ ഈ ഇത്തരം ആഘോഷങ്ങളോടൊക്കെ കാണിക്കുന്ന ആഭിമുഖ്യം പണ്ടത്തേക്കാളൊക്കെ വളരെ കൂടുതലാണ്. താങ്കളുടെ സ്പെഷ്യൽ എന്താ പൂരത്തിൽ? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മേളം തന്നെയാണ്. അത് 2 മേളം. ഇപ്പോൾ രാവിലത്തെ നമ്മുടെ മഠത്തിൽ വരവിൻ്റെ പഞ്ചവാദ്യം, അത് കഴിഞ്ഞ് 2 മണിക്ക് 2:30 മണിക്ക് എലിഞ്ഞിത്ര മേളം. അതിന് മുമ്പ് ഒരു ചെമ്പട ഉണ്ട് നമ്മുടെ പാറമക്കാവിൽ. അത് നട്ടുച്ച വെയിലത്താവുന്നതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് കാണാൻ എളുപ്പമല്ല. എങ്കിലത് വൈകുന്നേരം വീണ്ടും കൂട്ടും. അപ്പോൾ പോയിട്ട് നല്ല വൈകുന്നേരം ഒരു 12 മണി നേരത്ത് ആ ചെമ്പട കാണാനും പറ്റും, കേൾക്കാനും പറ്റും. ആ 3 പിന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേളം നാളെ സമാപിക്കുമ്പോൾ ഇവിടെ ഒരു പാണ്ടി കൊട്ടി ഒരു പടയാണ്. അത് കഴിഞ്ഞാൽ ഗംഭീരമായി പൊളിക്കും. അതെ.